ഹരേ കൃഷ്ണ. പുരി ജഗന്നാഥൻ്റെ അത്യത്ഭുതമായ ലീലകളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ആകർഷിക്കുന്ന ഭഗവാന്റെ ലീലകൾ എന്നാണ്. ഭഗവാന് ആര് സമർപ്പിച്ചാലും ഭഗവാൻ അത് ആവേശത്തോടു കൂടെ സ്വീകരിക്കും എന്നാണ്. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല, ആര് കൊടുത്താലും ഭഗവാൻ ഇഷ്ടമാണ്, ഭഗവാൻ അത് സ്വീകരിക്കും. ഒരു ദിവസം ഒരു അധകൃതനായിട്ടുള്ള ഒരാൾ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരാൻ അനുവാദമില്ലാത്ത ഒരാൾ ഈ ക്ഷേത്രത്തിൽ കുറേ ദൂരത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു കൊല ഇളനീര്, 1-2 കൊല ഇളനീര് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഭഗവാന് കൊടുക്കണം. അപ്പോൾ എന്താണ് ഭഗവാന് ഇപ്പോൾ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് പോകാൻ അനുവാദമില്ല. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭഗവാനെ ഇത് സ്വീകരിക്കണേ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പണ്ഡിറ്റ്ജി ആ വഴി വന്നു. അപ്പോൾ ആ പണ്ഡിറ്റ്ജിയോട് പറഞ്ഞു, പണ്ഡിറ്റ്ജി ഇത് ഒരു ഇളനീരെങ്കിലും എൻ്റെ ഭഗവാന് കൊടുക്കാൻ സാധിക്കുമോ അവിടത്തേക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദീനമായ ഭാവം കണ്ട സമയത്ത് പണ്ഡിറ്റ്ജി പറഞ്ഞു, ഓ ശരി, ഞാൻ കൊടുക്കാം, അങ്ങ് എൻ്റെ കയ്യിൽ തന്നോളൂ എന്ന് പറയാണ്. അപ്പം അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താറായ സമയത്ത് ഇവിടെ ബലരാമൻ ഇരിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്ത്. പിന്നെ ബലരാമൻ പറയണതാ ഇളനീര് വരുന്നു, എന്താ വേണ്ടത്, നീ വാങ്ങണോ ഞാൻ വാങ്ങണോ ചോദിക്കുകയാണ് ഭഗവാനോട്. ആരാ വാങ്ങേണ്ടത്, നീ വാങ്ങണ്ടോ ഞാൻ വാങ്ങണ്ടോ? ഏട്ടനല്ല, എനിക്ക് തന്നെയാണ് ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ ഇളനീര് വിൽക്കാൻ ഉള്ള ആൾ, ആ പാവപ്പെട്ട ഭക്തൻ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പണ്ഡിറ്റ്ജിയുടെ അടുത്തേക്ക് ഒരു കൈ ഇങ്ങനെ നീണ്ടു വരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകോവിലിൽ ഭഗവാൻ ഇരിക്കാണ്ട് കൈ നീണ്ടു വരിക. എന്നിട്ടോ നേരെ ഈ പണ്ഡിറ്റ്ജിയുടെ കയ്യിൽ ഇളനീര് കാണാനില്ല, അത് നേരെ ശ്രീകോവിലിൽ. ഇദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ട് എൻ്റെ കയ്യിലെ ഇളനീര് അവിടെ പോയി അറിയണില്ല. രണ്ടാമത് ഇളനീരെടുത്തു, രണ്ടാമതും ഇതേപോലെ തന്നെ. അങ്ങനെ ഈ ഒരു കൊല ഇളനീര് മുഴുവൻ ഭഗവാൻ കൈ നീട്ടി അതേപോലെ സ്വീകരിച്ചു. തെളിവുണ്ട്. എന്തേ, ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു കൊല ഇളനീരിൻ്റെ തൊണ്ട് മുഴുവൻ കിടക്കണം. സംഭവിച്ച കാര്യമാണ് ഇത്. ഓരോ ലീലകളും അത്ഭുതമായിട്ടുള്ളതാണ് ഭഗവാൻ. എന്തെല്ലാം ലീലകളാണ്. ഭഗവാന്റെ ഒരു ഭക്തൻ, ഭഗവാനാണെങ്കിൽ ബീഡ എന്ന് പറയും. ബീഡ എന്ന് പറഞ്ഞാൽ ഈ വെറ്റില, അതിൽ പല സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് അങ്ങനെ അതിനാണ് ബീഡ എന്ന് അതിനാണ് പറയുക. അത് ഭഗവാന് അത് കുറേ ദൂരത്ത് ഒരാളിത് വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനാണെങ്കിൽ ഇത് കഴിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ എന്താ ചെയ്യുക, ഇവർ 2 പേരും, അതായത് ഭഗവാനും ബലരാമനും, ജഗന്നാഥനും ബലരാമനും 2 പേരും പതുക്കെ വിഗ്രഹം വിട്ടവിടുന്ന് ഇറങ്ങി കുഞ്ഞു കുട്ടികളായിട്ട് മാറി. എന്നിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ശരിക്കൊരു ഗൗഡിയ സമ്പ്രദായത്തിൽ ഡിവോട്ട് ചെയ്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. രാത്രി 12 മണി സമയത്ത് അദ്ദേഹം ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കും. ആ സമയത്ത് 2 കുട്ടികൾ ഓടി വരണം. വന്നിട്ട് അവിടുന്ന് ആ ബീഡ അത് വാങ്ങിയിട്ട് അവർ തിരിച്ചു പോകണം. അപ്പോൾ ഒരു ദിവസം അങ്ങനെ 3-4 ദിവസം ഇത് ആവർത്തിച്ച സമയത്ത് ഇദ്ദേഹം ഇത് കണ്ട് ഇതിന് വിറ്റ്നസ്സായിട്ടുള്ള ആ പ്രഭുജി പറഞ്ഞു, കടയിൽ പോയിട്ട് പറഞ്ഞു, അതെ, എന്തെങ്കിലും ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈ കുട്ടികളോട് പറയുക, നിങ്ങൾക്ക് വെറുതെ തരാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു മൂല്യം ഇതിന് തന്നല്ലാതെ, വില തന്നല്ലാതെ അത് തരാൻ സാധിക്കില്ല എന്നുള്ളത് പറയുക. എന്നാൽ പിന്നെ വാങ്ങുന്നുള്ളത് നോക്കണമല്ലോ എന്ന് പറയാണ്. ഒന്നുമില്ല, അത് എല്ലാ ദിവസവും ഇതിന് വാങ്ങിക്കൊണ്ടുപോകണോ കുട്ടികളോട് ചോദിക്കുക എന്ന് പറയാണ്. അവിടുന്ന് അന്നത്തെ ദിവസം വന്ന സമയത്ത് ഈ ബീഡയ്ക്ക് വേണ്ടി 2 കുട്ടികൾ കൈ നീട്ടി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കുറേ ദിവസമായി വെറുതെ തരണു, ഞാൻ വെറുതെ തരാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ തരില്ല, വില തന്നല്ലാണ്ട് തരില്ല എന്ന് പറയാണ്. അപ്പോൾ എന്ത് ചെയ്തു, 2 പേരുടെ കഴുത്തിൽ ഒരു ഷാളുണ്ട്, 2 പേരുടെ കഴുത്തിലും.
ഈ ഷാള് ഊരിയിട്ട് നേരെ കടക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് വെച്ചോളൂ, ഞങ്ങൾക്ക് ബീഡ വേണം എന്ന് പറയുകയാണ്. ആ ബീഡ വാങ്ങി ഇവർ ശ്രീകോവിലേക്ക് പോയി. പിറ്റേ ദിവസം ശ്രീകോവിൽ നോക്കുന്ന സമയത്ത് ഭഗവാന്റെ മേൽമുണ്ട് കാണാനില്ല. ഭഗവാന്റെ 2 പേരുടെയും കഴുത്തിൽ ഷാള് കാണാനില്ല. എവിടെയെന്നുള്ള അന്വേഷിച്ച് ആളുകൾ നടക്കുമ്പോൾ ഈ കടക്കാരൻ്റെ കടയുടെ മുമ്പിൽ അയാളുടെ കയ്യിൽ ഈ ഷാൾ ഇരിക്കണം. ചോദിച്ചു, എങ്ങനെയാണ് ഇതിവിടെ എത്തിയത്? അല്ല, 2 കുട്ടികളിവിടെ വന്നു, അവർ ബീഡ വേണമെന്നുള്ളത് പറഞ്ഞു. സാധാരണ ഞാൻ ഒന്നും വാങ്ങാതെ വെറുതെ കൊടുക്കുകയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുക പതിവ്. ഇന്ന് എനിക്ക് തോന്നി ഇത് ഒരു വില വേണമെന്ന് പറയണമെന്ന് തോന്നി, അതിന് പകരം ഈ ഷോൾ ഇവിടെ വെച്ചതാണെന്ന് പറയാണ്. നോക്കൂ, ഭഗവാൻ ഭക്തനോടുള്ള എന്തൊന്നുമില്ലാത്ത വാത്സല്യമാണ്. ഭക്തൻ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. ഇപ്പോഴും ഭഗവാന്റെ നിവേദ്യത്തിൻ്റെ കൂട്ടത്തിൽ അവസാനം ഈ ബീഡയും കൂടി സമർപ്പിക്കുന്നവരാണ്. ഇളനീര് സമർപ്പിക്കുക, ബീഡ സമർപ്പിക്കുക, കാജ സമർപ്പിക്കുക, ഇതൊക്കെ ഭക്തന്മാരോടുള്ള വാത്സല്യം കൊണ്ടാണ് ഭഗവാൻ ചെയ്യണത്. അത്ഭുതമാണ് ഓരോ ലീലകളും. കേൾക്കും തോറും ആനന്ദം വർദ്ധിക്കും, നമ്മളുടെ ദുരിതങ്ങളില്ലാതെയാവും. ഹരേ കൃഷ്ണ.